നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർഫസിലേക്ക് ലൈറ്റ് ഇല്ലുമിനേറ്റ് ചെയ്യുന്ന ഐൻസ്റ്റീൻ റിലേഷനെ കുറിച്ച്, ഐൻസ്റ്റീൻ ഇക്വേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ആദ്യം വന്നത് ലാംഡ വേവ് ലെങ്ത് ആണ്. മെറ്റൽ സർഫസ് ഈസ് ഇല്ലുമിനേറ്റഡ് ബൈ ലൈറ്റ് ഓഫ് ലാംഡ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 8 വോൾട്ട്. ദെൻ ദ സെയിം സർഫസ് ഈസ് ഇല്ലുമിനേറ്റഡ് ബൈ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 3 ലാംഡ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് 2 വോൾട്ട്. The threshold wavelength for the surface is എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യം ഇക്വേഷൻ ഉപയോഗിക്കുക. എച്ച് സി ബൈ ലാംഡ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ 0 പ്ലസ് കെ ഇ കൈനറ്റിക് എനർജി, അതിന് പകരം ഇ വി കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ എച്ച് സി ബൈ ലാംഡ ആകുമ്പോൾ എച്ച് സി ബൈ ലാംഡ 0 പ്ലസ് ഇ ഇൻറ്റു ഫസ്റ്റ് കേസിൽ 8 ആണ് വി. അടുത്ത കേസിൽ വന്ന ആളെ മാറി 3 ലാംഡയായി. അപ്പോൾ എച്ച് സി ബൈ ലാംഡ 0 തന്നെയാണ്, പ്ലസ് 80ക്ക് പകരം 2e. അവിടെ നമ്മൾ 80ൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ എന്താ? 80 ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0. 2e ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ 3 ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ 8/2 4. അപ്പുറത്ത് എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0 ബൈ എച്ച് സി ബൈ ലാംഡ മൈനസ് ആ സാധനം ഉണ്ടാവും. അപ്പോൾ ഇതാ ഇത് ബൈ ഇത് ഉണ്ടാവും അല്ലേ. അപ്പം ഇത് തൊട്ടിട്ട് ഇവിടെ 4 വരും. ഈ ടേം കയറി 4ൻ്റെ കൂടെ വരും. അപ്പം എന്താ കിട്ടുക? 4 എച്ച് സി ബൈ 3 ലാംഡ മൈനസ് 3 എച്ച് സി ബൈ ലാംഡ 0 ഈക്വൽ ടു എച്ച് സി ബൈ അവിടുന്ന് 3 എച്ച് സി 4 എച്ച് സി തന്നെ. 4 രണ്ടിലേക്കും കൊടുക്കുകയാണ് വേണ്ടത്. 4 എച്ച് സി ബൈ ലാംഡ 3 ലാംഡ മൈനസ് 4 എച്ച് സി ബൈ ലാംഡ 0 ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ 0. എച്ച് സി പോയി. സോ നമുക്ക് വേണ്ടത് ലാംഡ 0 ആണ് അല്ലേ. ലാംഡൻ്റെ ടൈമിലാണ് വേണ്ടത്. ഓക്കെ, 4 ബൈ ലാംഡ 0 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 4 ബൈ ലാംഡ 0യിൽ നിന്ന് 1 ബൈ ലാംഡ 0 കുറക്കണം. അതാണ് റൈറ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലോ 4 ബൈ 3 ലാംഡ മൈനസ് 1 ബൈ ലാംഡ. ഈ ടൈം ഇപ്പുറത്ത് വരും, ഈ ടൈം അപ്പുറത്ത് പോയി. അങ്ങനെ ഇത് രണ്ടും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം, ഈസിയാണ്. ഇത് 3 ആക്കിയാൽ മതി. ഇതും 3 കൊടുക്കണം. താഴെ 3 ലാംഡ കൊടുക്കണമെങ്കിൽ ഇത് 3 കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആവും ലാംഡ 0 ഡിനോമിനേറ്റർ ജനറൽ 4 - 1 3 ലാംഡ 0 ഈക്വൽ ടു 3 ലാംഡയാണ് ജനറൽ, 4 - 3 1. സോ വി ഹാവ് ടു ഫൈൻഡ് ലാംഡ 0 റൈറ്റ്. ലാംഡ 0 റൈറ്റിലേക്ക് പോയി. 3 ലാംഡ 3ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ലാംഡ ഈസ് റൈറ്റ് ആൻസർ. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ.